എത്ര പെട്ടെന്നാണ് സമയം പോയത് അല്ലേ? മലനിരകൾക്ക് മുകളിൽ മുട്ടാറായി നിൽക്കുന്ന സൂര്യബിംബത്തെ നോക്കിക്കൊണ്ട് ഡോക്ടർ പ്രാൺ പറഞ്ഞു. ഡിറ്റക്റ്റീവ് ടൈംസ് അപ്പോൾ ചുറ്റും നോക്കുകയായിരുന്നു. അവർക്ക് ചെല്ലേണ്ട പാറക്കൂട്ടങ്ങൾക്കിടയിൽ ചുവന്ന വെയിൽ തളം കെട്ടിക്കിടന്നു. വളരെ ദൂരത്തിൽ നീണ്ടുകിടക്കുന്ന പാറക്കൂട്ടങ്ങൾ, അതിനപ്പുറത്ത് ചെങ്കുത്തായ പാറ. അപകടം പതിയിരിക്കുന്ന ഗുഹകൾ അവിടെയുണ്ട്. ആ മലയുടെ ഒരു വശം വരെ നീണ്ടുകിടക്കുന്ന ഡോക്ടറുടെ കൂറ്റൻ കെട്ടിടം. വലതുവശത്ത് വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന വനപ്രദേശം. അതിനപ്പുറം ചതുപ്പ് നിലമാണ്. എസ്റ്റേറ്റ് ആ ഭാഗത്ത് അവസാനിക്കുകയായിരുന്നു. ആ ഭീകരജന്തുക്കൾ ഇവിടെ എങ്ങനെ വന്നു? ടൈംസ് ചിന്തിച്ചു. ഒരുപക്ഷെ തൻ്റെ നിഗമനങ്ങളെല്ലാം തെറ്റാണോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ റിവോൾവർ ഉണ്ടോ? ടൈംസ് സുഹൃത്തിൻ്റെ നേരെ നോക്കി. ഇല്ല, ആകെ ആയുധമായിട്ടുള്ളത് ഒരു ഗ്രനേഡാണ്. ഡോക്ടർ പ്രാൺ കോട്ടിനുള്ളിൽ തപ്പി നോക്കി. ഭാരം കുറഞ്ഞതും മാരകമായതുമായ ആ ഭീകരവസ്തു യഥാസ്ഥാനത്തുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഡോക്ടർ ജോസ് പ്രകാശ് അടുത്തെത്തി. അതിലെയല്ല, ഈ പാറയുടെ ചരിവിലൂടെ പോവുകയാണ് കൂടുതൽ എളുപ്പം. അതിനപ്പുറം ഒരു കുഴിയുണ്ട്. അത് നിറയെ ഞണ്ടുകളാണ്. ഡോക്ടർ ജോസ് പ്രകാശ് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് മുൻപിൽ നടന്നു. ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെയുള്ള ദുർഘടം പിടിച്ച ആ യാത്ര അരമണിക്കൂറോളം തുടർന്നു. സൂര്യൻ്റെ പകുതിയും മലയ്ക്ക് അപ്പുറമായി കഴിഞ്ഞിരുന്നു. നിഴലുകൾ കിഴക്കോട്ട് ചലിച്ചു തുടങ്ങി. ഡോക്ടർ ഈ ഭാഗത്ത് അധികം പ്രാവശ്യം വന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ജോസ് പ്രകാശിൻ്റെ നടത്തം ശ്രദ്ധിച്ചുകൊണ്ട് ടൈംസ് പറഞ്ഞു. അതെ, ശരിയാണ്. ഇത്ര അടുത്താണെങ്കിൽ തന്നെയും ഞാനിവിടെ കൂടുതൽ വന്നിട്ടില്ല. സായാഹ്നം ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ചിലവഴിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ അത്ര നല്ലൊരു കലാഹൃദയമൊന്നും എനിക്കില്ല. ഡോക്ടർ ഒരു കിടങ്ങിൻ്റെ മുകളിലൂടെ അപ്പുറത്തുള്ള പരന്ന പാറയിലേക്ക് ചാടി. എന്നിട്ട് തിരിഞ്ഞു നിന്ന് നിർദ്ദേശിച്ചു. സൂക്ഷിക്കണം, ആ കല്ലിന് ഇളക്കമുണ്ട്. വീണുപോയാൽ കയ്യോ കാലോ ഒടിയും. ഇരുവരും വളരെ ശ്രദ്ധയോടെ ചാടി അപ്പുറത്തെത്തി. അത് രണ്ടും പരന്ന ഒരു വലിയ പാറയായിരുന്നു. അവിടെ നിന്നാൽ നിഴൽ വീണ് കിടക്കുന്ന ചെങ്കുത്തായ പാറയുടെ ചെരിവ് കാണാം. ടൈംസ് അവിടേക്ക് അടുത്ത് ചെന്നു. താഴെ മൂടൽമഞ്ഞ് നിറഞ്ഞു കിടക്കുന്നതിനാൽ കൊക്കയുടെ അടിവാരം കാണാൻ പറ്റുകയില്ല. ആ പാറയിൽ ധാരാളം വിള്ളലുകളും ഗുഹകളും ഉണ്ടായിരുന്നു. അവയെല്ലാം ഇരുട്ട് വിഴുങ്ങിയിരിക്കുകയാണ്. ആ ഗുഹകളിൽ ഒരു തരം വലിയ കാളുപാമ്പുകളും ശവന്തീനി കുറുക്കന്മാരുമുണ്ട്. ഒരു സിംഹത്തെ പോലെ ഭീകരമാണ് ആ ജന്തുക്കളുടെ രൂപം. ഡോക്ടർ ജോസ് പ്രകാശ് പറഞ്ഞു. ദാ അവിടെയാണ് ഞാൻ അന്ന് ആ ജന്തുവിനെ കണ്ടത്. ആ പ്രകാശം ഈ കൊക്കയുടെ മുകളിലായാണ് തോന്നിയത്. പെട്ടെന്ന് പിന്നിലുള്ള പാറയുടെ നിഴൽ ഇഴഞ്ഞുവെന്ന് അവരെ മൂടി. അത് അതിവേഗം ഓടി മലഞ്ചെരുവിലൂടെ വനത്തിലേക്ക് പോകുന്നത് ടൈംസ് ശ്രദ്ധിച്ചു. ആ നിഴൽ ചക്രവാളത്തിലെത്തിയപ്പോൾ സൂര്യൻ മലയ്ക്ക് പിന്നിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ചക്രവാളത്തിലെ പ്രകാശം മാത്രം തങ്ങി നിന്നു. ഇന്ന് പൊതുവെ മഞ്ഞും തണുപ്പും കുറവുണ്ട്. ഇന്നലത്തെ സ്ഥിതി ഇതായിരുന്നില്ല. ഡോക്ടർ ജോസ് പ്രകാശ് താഴ്വരയിലേക്ക് കണ്ണയച്ചുകൊണ്ട് പറഞ്ഞു. താങ്കളുടെ കയ്യിൽ ആയുധം എന്തെങ്കിലും ഉണ്ടോ? ഒരു സിഗരറ്റിന് ലൈറ്റർ തെളിച്ച് ജീവനായിക്കൊണ്ട് ഡോക്ടർ പ്രാൺ ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ നേരെ നോക്കി. എന്തിനോടെങ്കിലും ഏറ്റുമുട്ടേണ്ടി വന്നാലോ? ഉണ്ട്. ഡോക്ടർ കോട്ടിനുള്ളിൽ നിന്നും തിളങ്ങുന്ന ഒരു കൈത്തോക്കെടുത്തു. 25 തിരകൾ ഒരേ സമയം ലോഡ് ചെയ്യാം. എനിക്കൊരു അമേരിക്കൻ സുഹൃത്ത് സമ്മാനിച്ചതാണ് മാഗ്നം 44. പക്ഷേ ഇതുവരെ എനിക്കിത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഈ ഭാഗത്ത് അസമയത്ത് സംശയകരമായ രീതിയിൽ ആരെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടോ? ടൈംസ് ചോദിച്ചു. ഇല്ല, അപ്പുറത്തുള്ള വനത്തിൽ ആളുകൾ വേട്ടയ്ക്ക് പോകാറുണ്ടെന്ന് മാത്രം അറിയാം. ചിലപ്പോൾ റൈഫിളുമായി ഞാനും പോകും. ഡോക്ടർ മഫ്ലർ കഴുത്ത് ചുറ്റി. യാതൊരുവിധ ലക്ഷ്യവുമില്ലാതെയാണ് നമ്മുടെ ഈ അന്വേഷണം. ടൈംസ് അമ്പലത്തിൽ തെളിഞ്ഞു തുടങ്ങുന്ന നക്ഷത്രമാലകളെ നോക്കി. പിന്നെ ഒരു കോട്ട പോലെ അങ്ങ് വനത്തിൻ്റെ മുകളിലൂടെ ഇഴഞ്ഞു വരുന്ന മൂടൽ മഞ്ഞിനെയും. ഈ നശിച്ച സ്ഥലം കാണാൻ കഴിയും, അത്രമാത്രം. ഡോക്ടർ ജോസ് പ്രകാശ് പറഞ്ഞു. പക്ഷേ നാം വളരെ താമസിച്ചു പോയി. കുറെ കൂടി നേരത്തെ ഈ ഭാഗത്ത് വരേണ്ടതായിരുന്നു. അത് സാരമില്ല. ഡോക്ടർ പ്രാൺ ഒരു വലിയ കല്ല് ഗർത്തത്തിലേക്ക് ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു. ആ വിചിത്ര അനുഭവങ്ങൾ രാത്രിയിലല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴുണ്ടായാൽ നമുക്കതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ കഴിയും. എവിടെയൊക്കെയോ തട്ടിയും മുട്ടിയും ആ കല്ല് താഴേക്ക് ഉരുണ്ടു പോകുന്ന ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. മിനിറ്റുകൾ കഴിഞ്ഞ് മുഴക്കം പോലെ ഒരു ശബ്ദം അവർ കേട്ടു. ആ കല്ല് അങ്ങ് ആഴത്തിൽ പതിച്ചതായിരിക്കണം. ഒരു കുറുക്കൻ ഓലിയിടുന്ന ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങി. ഡോക്ടർ ജോസ് പ്രകാശ് അവിടേക്ക് ടോർച്ച് തെളിച്ചു. പാറയുടെ അരികിൽ ചേർന്ന് നിന്നുകൊണ്ട് ആ ജന്തു അവരെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. ഒരു സിംഹക്കുട്ടിയെ പോലെയുണ്ടല്ലോ. ടൈംസ് മന്ത്രിച്ചു. ശരിയാണ്. കഴിഞ്ഞ വർഷം അവറ്റകൾ കൂട്ടമായി ഒരു നായാട്ടുകാരനെ ആക്രമിച്ചതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് പോകാം. അവിടെ ചില ഗുഹകളുണ്ട്. താങ്കൾക്ക് മടുപ്പ് തോന്നുന്നില്ലല്ലോ? ഓ നോ, ഈ രാത്രി മുഴുവൻ ഇതിലെ അലഞ്ഞു നടക്കാനും ഞങ്ങൾ തയ്യാറാണ്. എന്താ സുഹൃത്തെ? ടൈംസ് തിരിഞ്ഞ് സുഹൃത്തിൻ്റെ നേരെ നോക്കി. ഞാൻ റെഡി. ഡോക്ടർ പ്രാൺ സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് പറഞ്ഞു. നിലാവ് വനത്തിനു മുകളിൽ വിളറി നിന്നു. ഡോക്ടർ ജോസ് പ്രകാശ് ടോർച്ചുമായി മുൻപിൽ നടന്നു. സൂക്ഷിച്ചു നടന്നോണം. ഏത് സമയത്തും ഒരു ആക്രമണം ഉണ്ടാകാം. ടൈംസ് മന്ത്രിക്കുന്ന സ്വരത്തിൽ ഡോക്ടർ പ്രാണിനോട് പറഞ്ഞു. എൻ്റെ നിഗമനം തെറ്റിയാൽ മാത്രമേ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഡോക്ടർ പ്രാൺ അത് ശ്രദ്ധിച്ച് കേട്ടതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ തലയിൽ എന്തൊക്കെയോ സംശയങ്ങളും നിഗമനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു.
ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. എങ്കിൽ ഒന്നും പറയാതിരിക്കണ്ടേ? അതൊട്ട് ചെയ്യുകയുമില്ല. ഡോക്ടർക്കാണെങ്കിൽ ടൈംസ് ചിന്തിക്കുന്ന പാത തേടിപ്പിടിക്കാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അദ്ദേഹത്തെ പോലെ സൂക്ഷ്മദൃക്കാവാൻ കഴിയുകയില്ല മറ്റാർക്കും. അവർ ഒരു കൂറ്റൻ കല്ലിൻ്റെ അടിയിലെത്തിയിരുന്നു. നിലാവ് അവിടേക്ക് ഒട്ടും കടന്നു വരുന്നില്ല. ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ കയ്യിലെ വെളിച്ചം മാത്രമേയുള്ളൂ ആശ്രയം. അന്ന് ആ ജന്തു ഈ ഭാഗത്തേക്ക് മാറുന്നതാണ് ഞാൻ കണ്ടത്. ഡോക്ടർ ടോർച്ച് ചുറ്റും തെളിച്ചുകൊണ്ട് പറഞ്ഞു. 5 സെൽ ടോർച്ചിൻ്റെ ശക്തിയേറിയ പ്രകാശം പാറ ഇടുക്കുകളിലൂടെ പാഞ്ഞു കയറി. പെട്ടെന്ന് പിന്നിൽ വലിയൊരു ശബ്ദം അവർ കേട്ടു. മുകളിൽ നിന്നും ഒരു വലിയ കല്ല് ഉരുണ്ടു വരികയായിരുന്നു. അത് അവർ നിൽക്കുന്നിടത്ത് നിന്നും 10 അടിയോളം പിന്നിലായി വീണ് ഉരുണ്ട് താഴേക്ക് പോയി മറ്റൊരു വലിയ പാറയിൽ തട്ടി നിന്നു. മൈ ഗോഡ്, ഡോക്ടർ പ്രാൺ അറിയാതെ പറഞ്ഞുപോയി. ഇത്ര വലിയൊരു കല്ല് എങ്ങനെയാണ് അവിടെ നിന്നും ഉരുണ്ടു വന്നത്? ടൈംസ് മറുപടി പറയാതെ ആ കല്ല് വന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നാം അപകടത്തിലാണെന്ന് തോന്നുന്നു, ഡോക്ടർ ജോസ് പ്രകാശ് സാവധാനം പറഞ്ഞു. അതിങ്ങ് തരൂ. ടൈംസ് ഡോക്ടറുടെ കയ്യിൽ നിന്നും ടോർച്ച് വാങ്ങിച്ച് പാറയുടെ മുകളിലേക്ക് തെളിച്ചു. അവിടെ മഞ്ഞ് മൂടിക്കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും അതിനിടയിൽ ഒരു നിഴൽ രൂപം നിൽക്കുന്നത് പോലെ ടൈംസിന് തോന്നി. നിങ്ങളും അത് കാണുന്നുണ്ടോ? ഉണ്ട്, ആരോ അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു, ഡോക്ടർ ജോസ് പ്രകാശ് പറഞ്ഞു. ഈ സമയത്ത് അവിടെ നിൽക്കുന്നവൻ ആരായാലും അപകടകാരിയാണ്. ഡോക്ടർ കുറ്റാന്വേഷകൻ്റെ കയ്യിൽ നിന്നും ടോർച്ച് വാങ്ങി മുന്നോട്ട് നടന്നു. ഡോക്ടർ ആ പാറയുടെ അപ്പുറത്തെ സൈഡിലേക്ക് തിരിയുകയായിരുന്നു. വെളിച്ചത്തെ പിന്തുടർന്ന് ടൈംസും ഡോക്ടർ പ്രാണും അവിടേക്ക് ചെല്ലുകയായിരുന്നു. വെളിച്ചം മറിഞ്ഞതും അവിടെ നിന്നും ഒരലർച്ച കേട്ടതും ഒരുമിച്ചായിരുന്നു. ആ ശബ്ദം ഡോക്ടർ ജോസ് പ്രകാശിൻ്റേതാണെന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതോടെ അവരുടെ ശിരാചക്രങ്ങളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോവുകയും ചെയ്തു. ഇരുവരും ഇരുളിലൂടെ അവിടേക്ക് ഓടി. പെട്ടെന്ന് ശക്തിയായ ഒരു താടനമേറ്റ് ഡിറ്റക്റ്റീവ് ടൈംസ് പിന്നോട്ട് തെറിച്ചു. തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും കൊണ്ട് അദ്ദേഹം മറിഞ്ഞു വീണു. അടുത്ത നിമിഷം തന്നെ ടൈംസ് പിടഞ്ഞെണീറ്റു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തീ തുപ്പാൻ തയ്യാറായ റിവോൾവറും ഉണ്ടായിരുന്നു. എന്ത് പറ്റി? ബന്ധപ്പെട്ട് എഴുന്നേൽക്കുന്നതിനിടയിൽ ഡോക്ടർ ചോദിച്ചു. മിണ്ടരുത്, അപകടം, ടൈംസ് മുന്നറിയിപ്പ് കൊടുത്തു. നിലാവെളിച്ചം അവിടേക്ക് ഒട്ടും കടന്നു വരുന്നുണ്ടായിരുന്നില്ല. ടൈംസ് കോട്ടിൻ്റെ ഉൾപോക്കറ്റിൽ നിന്നും പെൻ ടോർച്ച് എടുത്ത് തെളിച്ചു. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. തൊട്ടു മുൻപിൽ ആരുമുണ്ടായിരുന്നില്ല. ഭീമൻ്റെ ശക്തിയുള്ള ഒരു ഭീകരജന്തുവിനെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. ഡോക്ടർ എവിടെ? പിന്നിൽ നിന്നും പ്രാൺ ചോദിച്ചു. അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു, ഡോക്ടർ, ടൈംസ് ഉറക്കെ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. പകരം ആ ശബ്ദം എവിടെയൊക്കെയോ തട്ടി പ്രതിധ്വനിച്ചു. ഡോക്ടർ എവിടെ പോയി? തന്നെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? ടൈംസ് മുന്നോട്ട് ചെന്നു. പെൺടോർച്ചിൻ്റെ ഒരടി വ്യാസമുള്ള വെളിച്ചം 10 അടിയോളം ഇരുട്ടിനെ തുളച്ച് മുന്നോട്ട് കടന്നു ചെല്ലുകയായിരുന്നു. വലിയ കല്ലുകളുടെ ഇടയിൽ വേരുകൾ പോലെയുള്ള വഴികൾ അവിടെ കാണാമായിരുന്നു. അവർ അവിടേക്ക് അടുത്ത് ചെന്നു. ഉരുളൻ കല്ലുകൾക്കിടയിൽ തിളങ്ങുന്ന ഒരു വസ്തു ടൈംസ് കണ്ടെടുത്തു. അത് ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ ടോർച്ചായിരുന്നു. അതിൻ്റെ ഗ്ലാസ് തകർന്നിരിക്കുന്നു. ഭാഗ്യത്തിന് ബൾബിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചിരിക്കും? ഡോക്ടർ, ടൈംസ് വിളിച്ചു ഉച്ചത്തിൽ. പെട്ടെന്നൊരനക്കം അവർ കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ പാറയുടെ മറവിൽ നിന്നും ഒരു രൂപം നീങ്ങി വരുന്നത് കണ്ടു. ഇരുവരും ഒപ്പം ടോർച്ച് അതിൻ്റെ നേരെ തിരിച്ചു. ആ നിമിഷം തന്നെ അവർ നടുങ്ങി തരിച്ചു നിന്നുപോയി. ഭീകരാകാരമുള്ള ഒരു മനുഷ്യജന്തുവായിരുന്നു അത്. ശൽക്കങ്ങളുള്ള ജന്തു. അത് കൈകൾ മുന്നോട്ട് നീട്ടി ഒരു തരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവരുടെ നേരെ വരികയായിരുന്നു. മനുഷ്യനോട് വളരെയധികം സാദൃശ്യമുള്ള ഒരു ജന്തുവായിരുന്നു അത്. ആകെയുള്ള വ്യത്യാസം ശൽക്കങ്ങളാണ്. പൂർണ്ണ നഗ്നനായ ഒരു മനുഷ്യന് ശൽക്കങ്ങളുണ്ടായതുപോലെ തലമുടി നിശേഷം കൊഴിഞ്ഞു പോയിരിക്കുന്നു. അവിടുത്തെ തൊലി ചുക്കി ചുളിഞ്ഞിരിക്കുന്നത് കാണാം. കൈകളിലും കാലുകളിലും നീണ്ട നഖങ്ങൾ. ആ ജന്തുവിൻ്റെ കടവായിലൂടെ ഒരു തരം കൊഴുത്ത ദ്രാവകം ഒലിച്ചു ചാടുന്നുണ്ടായിരുന്നു. പല്ല് തേറ്റ പോലെ പുറത്തേക്ക് തുറച്ചു നിൽക്കുന്നു. നിമിഷങ്ങൾ കൊണ്ട് ഡിറ്റക്റ്റീവ് ടൈംസും ഡോക്ടർ പ്രാണും ആ ജന്തുവിനെ പറ്റി ഏകദേശം ഒരു പഠനം നടത്തി. അത് ക്രൂരനായ ഒരു ഹിംസ്ര ജന്തുവാണെന്നും അവർക്ക് തോന്നി. അതിൻ്റെ കൈവിരലുകളിലും നഖങ്ങൾക്കിടയിലും കീഴ്ത്താടിയിലും ചോര ഉണങ്ങി പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. ഇത് എന്ത് തരം ജന്തുവാണ്? ഡോക്ടർ പ്രാൺ ആ മനുഷ്യജന്തുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു. മനുഷ്യൻ്റെ പരിണാമ പരമ്പരയിൽ എവിടെയോ വിട്ടുപോയ കണ്ണി പോലെ. അതിന് മറുപടി എന്നോണം ഡിറ്റക്റ്റീവ് ടൈംസ് പറഞ്ഞത് മറ്റൊന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാക്രമണം ഉണ്ടാകും, സൂക്ഷിക്കണമെന്ന്. എൻ്റെ നിഗമനത്തിലൂടെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നാം ഇവിടെ വരുമെന്നും ഡോക്ടർ ജോസ് പ്രകാശിന് അപകടം സംഭവിക്കുമെന്നും നാം ഒറ്റപ്പെടുമെന്നും ആ അവസരത്തിൽ ഇത്തരമൊരു പ്രതിസന്ധിയിൽ നാം എത്തുമെന്നും എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഈ നരകത്തിലേക്ക് വന്നു? ഡോക്ടർ പെട്ടെന്ന് ചോദിച്ചു. അപകടത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അതിൻ്റെ മുൻപിലേക്ക് ചാടുമോ? അപകട സമയത്ത് പോലും ആത്മപ്രശംസ നടത്തുന്ന ടൈംസിൻ്റെ ആ പുതിയ സ്വഭാവം ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ധ്വനി ആ ശബ്ദത്തിലുമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുകയില്ല, ഡോക്ടർ പ്രാൺ. ഇനി നടക്കാനിരിക്കുന്നതും എനിക്ക് പറയാൻ കഴിയും. ആ ഭീകരജന്തു നമ്മെ 2 പേരെയും കൊല്ലും. അറക്കവാൾ പോലുള്ള അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾക്കിടയിൽ നമ്മുടെ മാംസം കൊരുക്കും.
ഡോക്ടർ അസ്വസ്ഥതയോടെയും അതേസമയം ഭീതിയോടെയും സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖം ശാന്തമായിരുന്നു. അദ്ദേഹം ശാന്തമായി തന്നെ തുടർന്നു. എന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല. ആ ജന്തുവിനെ ഇവിടേക്ക് അയച്ചവൻ കരുതുന്നതാണ്. പക്ഷേ ഇപ്പോൾ നാം ചെയ്യേണ്ടത് അതിൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടുകയാണ്. പരിചിതമല്ലാത്ത വഴികളിലൂടെ നമ്മുടെ പലായനം അപകടം നിറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ലൈറ്റ് മെഷീൻ ഗൺ കൂടി നമ്മുടെ നേരെ തിരിഞ്ഞിട്ടുണ്ടെന്നാണ്. അതാ ജന്തു അടുത്തെത്തിക്കഴിഞ്ഞു. ടൈംസ് സുഹൃത്തിനെയും വലിച്ചുകൊണ്ട് പിന്നോട്ട് മാറി. ഈ ടോർച്ച് കൂടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ആകെ കഷ്ടമാകുമായിരുന്നു. അപ്പോൾ ഡോക്ടർ ജോസ് പ്രകാശ് അതിൻ്റെ ആക്രമണത്തിനിരയായെന്നാണോ താങ്കൾ പറയുന്നത്? നമുക്ക് അന്വേഷിക്കാം. പക്ഷേ അതിനു മുൻപ് നമ്മെ തന്നെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. ടൈംസ് മിന്നലിൻ്റെ വേഗതയിൽ ടോർച്ച് ചുറ്റും തെളിച്ച് സമീപത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഠേ! പെട്ടെന്ന് ടൈംസിൻ്റെ റിവോൾവർ ഗർജിച്ചു. ഡോക്ടർ പ്രാൺ നടുങ്ങിപ്പോയി. അദ്ദേഹം അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ആഹ്! അവരുടെ പിന്നിലെ പാറയുടെ മുകളിൽ നിന്നും ഒരാർത്തനാദം കേട്ട് ഡോക്ടർ അവിടേക്ക് നോക്കി. അവിടെ നിന്നും ഒരുവൻ ഉരുണ്ടു വരുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപരതന്ത്രനായി. കല്ലിൻ്റെ പാർശ്വങ്ങളിലുള്ള മുഴകളിലും അരം പോലെ മൂർച്ചയുള്ള കീറലുകളിലും തട്ടിയും മുട്ടിയും ആ മനുഷ്യൻ അവരുടെ സമീപത്ത് വന്നു വീണു. അതിനു മുൻപേ അവൻ്റെ കയ്യിലിരുന്ന ലൈറ്റ് മെഷീൻ ഗൺ താഴെ എത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? അവൻ നമ്മുടെ നേരെ ഉന്നം നോക്കുകയായിരുന്നു. ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ ടോർച്ച് ചുറ്റും തെളിച്ചു നോക്കിയത്. കൃത്യമായി ഉന്നം നോക്കിക്കൊണ്ടിരുന്ന അവന് ആ പ്രകാശത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള സമയം കിട്ടിയില്ല. ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ നമ്മെ ചുടുമായിരുന്നു. ഫൂൾ! സ്വന്തം ജോലി എങ്ങനെ വിദഗ്ധമായി ചെയ്യണമെന്നറിയില്ലാത്തവൻ. എന്തായാലും ആ തോക്ക് നിങ്ങളെടുത്തോ. വേണ്ടി വന്നാൽ ഒരു യുദ്ധം ചെയ്യാനുള്ള ആയുധവും നമുക്കായി. അനിതര സാധാരണമായ ടൈംസിൻ്റെ നിഗമനത്തിൽ ഡോക്ടർക്ക് വിശ്വാസവും അതേസമയം അമ്പരപ്പും തോന്നി. ഒരു പ്രവചനം പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ആ കൊലയാളിയുടെ സമീപത്ത് ചെന്ന് 4 കിലോഗ്രാമോളം ഭാരം വരുന്ന ആ മാരകായുധം സ്വന്തമാക്കി. അപ്പോഴേക്ക് ആ മനുഷ്യൻ്റെ അവസാനത്തെ ചലനവും നിലച്ചു കഴിഞ്ഞിരുന്നു. അവൻ്റെ നെഞ്ചിലൂടെയാണ് വെടിയുണ്ട കടന്നുപോയത്. ശ്വാസകോശങ്ങൾ തകർന്നിട്ടുണ്ടാവാം. 450 മീറ്റർ റേഞ്ചിലുള്ള ആ ലൈറ്റ് മെഷീൻ ഗണ്ണിലെ ഉണ്ടകളുടെ വ്യാസം 7.62 മില്ലിമീറ്റർ ആയിരുന്നു. മിനിറ്റിൽ സാധാരണ 28 ഉണ്ടകളും അടിയന്തരങ്ങളിൽ 84 ഉണ്ടകളും വെടിവെക്കാമായിരുന്നു. ഡോക്ടർ പ്രാൺ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഭീകരജന്തു ഡിറ്റക്റ്റീവ് ടൈംസിനോട് വളരെ അടുത്തു കഴിഞ്ഞിരുന്നു. ബി കെയർഫുൾ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ടൈംസ് ആകട്ടെ ആ ജന്തുവിനെ എത്രയും അടുത്തു വെച്ച് നിരീക്ഷിക്കുകയായിരുന്നു. തരിമ്പും ഭയമില്ലാത്ത മനുഷ്യൻ, മരണത്തെ പോലും നിരീക്ഷണ വിധേയമാക്കുന്ന മനുഷ്യയന്ത്രം. ഡോക്ടർ പ്രാണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ടൈംസ് പിന്നോട്ട് മാറി. പെട്ടെന്ന് അദ്ദേഹം ചവിട്ടി നിന്നിരുന്ന ഉരുളൻകല്ല് അടിയിളകി മുന്നോട്ട് നിരങ്ങി ഉരുണ്ടുപോയി. കൂടെ ടൈംസും. മൈ ഗോഡ്! ഒരാർത്തനാദത്തോടെ ഡോക്ടർ പ്രാൺ അവിടേക്ക് പാഞ്ഞു ചെന്നു. പക്ഷേ അദ്ദേഹം താമസിച്ചു പോയി. അതിനു മുമ്പ് ആ സത്വം ഡിറ്റക്റ്റീവ് ടൈംസിൻ്റെ കോട്ടിൽ പിടികൂടി കഴിഞ്ഞിരുന്നു. വളരെ ലാഘവത്തോടെ 70 കിലോയിലധികം തൂക്കമുള്ള ആ മനുഷ്യനെ ജന്തു പൊക്കിയെടുത്തു. ടൈംസ് ആകട്ടെ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ ചവിട്ടുകയും കുതിറിമാറാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും ആ ജന്തുവിനെ കുലുക്കിയില്ല. ടൈംസിൻ്റെ നെഞ്ചിനുമേലെ ആ ജന്തു മുഖം തിരിക്കുന്നത് ഡോക്ടർ പ്രാൺ കണ്ടു. സാധാരണ മനുഷ്യരുടേതുപോലെയായിരുന്നില്ല അതിൻ്റെ വായ. 2 ഇഞ്ചോളം നീളമുള്ള കൂർത്ത പല്ലുകളുണ്ടായിരുന്നു, മുതലകളുടേതുപോലെ. ആ പല്ലുകൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ അമരുന്നതിന് മുൻപ് ഡോക്ടർ പ്രാൺ അതിൻ്റെ ശിരസിൽ മിഷൻ ഗൺ കൊണ്ട് ശക്തിയായ ഒരു താടനമേൽപ്പിച്ചു. അത് ആ ജന്തുവിൽ വളരെ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയതായി തോന്നിയില്ല. എന്നാൽ തല തിരിച്ച് ഡോക്ടറെ നോക്കി. പിന്നെ കോപത്തോടെ ഒരു വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ടൈംസിനെ ഉയർത്തി ഡോക്ടറെ അടിച്ചു. ഡോക്ടർ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതേസമയം തന്നെ ടൈംസിൻ്റെ കോട്ടിലെ ജന്തുവിൻ്റെ പിടി അയയുകയും അദ്ദേഹം ഉരുളൻ കല്ലുകൾക്ക് മുകളിൽ തെറിച്ചു വീഴുകയും ചെയ്തു. അദ്ദേഹം പൂച്ചയെപ്പോലെ കൈകളും കാലുകളും കുത്തിയാണ് വീണത്. അതുകൊണ്ട് മറ്റു ശരീരഭാഗങ്ങളൊന്നും മുട്ടി അപകടമുണ്ടായില്ല. എന്നാൽ ടൈംസിന് പിടഞ്ഞെഴുന്നേൽക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ജന്തു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കോപത്തോടെ കടന്നു പിടിച്ചു. ഇത്തവണ അത് അദ്ദേഹത്തെ ഉപദ്രവിക്കുമെന്നുറപ്പായിരുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടർ പ്രാൺ കാഞ്ചി വലിച്ചു. ഒരു നിമിഷം കൂടി കഴിഞ്ഞാൽ തനിക്കതിനുള്ള സാവകാശം കിട്ടുകയില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ടേ! ആ നിശബ്ദത താഴ്വരയെ നടുക്കുമാർ ഉച്ചത്തിൽ വെടിപൊട്ടി. വെടിയുണ്ട ആ ജന്തുവിൻ്റെ പുറം തുളച്ചുകൊണ്ട് കടന്നുപോയി. ഒരലർച്ചയോടെ അത് ഡോക്ടറുടെ നേരെ ടൈംസിനെ ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ നേരെ ചീറിപ്പാഞ്ഞു വന്നു. ഒരു നിമിഷം പോലും താമസിച്ചില്ല. ഡോക്ടർ കാഞ്ചി വലിച്ചു. മറ്റു മാർഗമൊന്നും രക്ഷപ്പെടുവാനായിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. വെടിയുണ്ടയുടെ ശബ്ദവും ആ ജന്തുവിൻ്റെ അലർച്ചയും നിമിഷങ്ങളോളം അവിടെ മുഴങ്ങി. ഡോക്ടർ തുരുതുരെ വെടിയുണ്ടകൾ ഉതിർക്കുകയായിരുന്നു. വെടിയുണ്ടകൾ പാഞ്ഞു കയറി ആ ജന്തു അരിപ്പ പോലെ തുളഞ്ഞു. ഉരുളൻകല്ലുകളിൽ ചോര ചിതറി വീണു. ഒരലർച്ചയോടെ അടിത്തെറ്റിയ ജന്തു മറിഞ്ഞു വീണു. പിന്നെ അവിടെ കിടന്ന് പിടച്ചു. ക്രമേണ ആ ഞരക്കം അവസാനിച്ചു. താങ്കൾക്ക് എന്തെങ്കിലും അപകടമുണ്ടായോ? ഡോക്ടർ ടൈംസിൻ്റെ അടുത്തെത്തി. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം ആശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്നു ആ ജന്തുവിൻ്റെ മൃതശരീരത്തിലേക്ക് നോക്കി.
പിന്നെ ഇരുവരും മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ സമീപത്തെത്തി. ആ, പെൺടോർച്ച് എവിടെയോ തെറിച്ചുപോയി. ടൈംസ് തിരിഞ്ഞു നോക്കി. ചില്ല് നഷ്ടപ്പെട്ട ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവർ ആ കല്ലുകൾക്കിടയിൽ കിടന്ന പെൺടോർച്ച് കണ്ടെടുത്തു. തടിച്ച ശരീരമുള്ള ഒരു മൊട്ടത്തലയനായിരുന്നു ആ മനുഷ്യൻ. അന്ന് നാം സൽക്കരിച്ചു വിട്ടവരിൽ ഇവനുണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലോ. ഡോക്ടർ പ്രാൺ ആ മനുഷ്യനെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നാം ഈ ജോലിയിൽ വളരെയധികം മുന്നേറിയിരിക്കുന്നു. ടൈംസ് കുനിഞ്ഞ് ആ മനുഷ്യൻ്റെ വസ്ത്രങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ നിന്നും അവർക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല. ഇനി നമുക്ക് പോകാം. ടൈംസ് എഴുന്നേറ്റു. ഇന്നത്തെ നമ്മുടെ ജോലി അവസാനിച്ചു. മുന്നോട്ടുള്ള ഓരോ നീക്കവും സൂക്ഷിച്ചായിരിക്കണം. ഇനി നമുക്ക് ടോർച്ച് തെളിക്കണ്ട. ഈ നിലാവ് വെട്ടത്തിൽ നടക്കാം. നമ്മെ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ നിരാശനായി ഇവിടെ എവിടെയോ പതിയിരിപ്പുണ്ട്. അപ്പോൾ ഡോക്ടർ ജോസ് പ്രകാശ്? അയാൾ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ അപകടത്തിലായേക്കും. ഉദാസീനായി ടൈംസ് പിറുപിറുത്തു. ആ ഭാവം ഡോക്ടർക്ക് മനസ്സിലായില്ല. നിലാവ് തലയ്ക്ക് മുകളിലേക്ക് നീങ്ങിയിരുന്നു. അവിടേക്ക് വന്ന വഴികൾ ലക്ഷ്യമാക്കി അവർ നടന്നു, നിശബ്ദരായി. ഇടയ്ക്ക് ഡോക്ടർ പ്രാണിന് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈംസിൻ്റെ മുഖത്തെ ആ നിസ്സംഗഭാവം അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ ഡോക്ടറെ ടൈംസ് തടഞ്ഞു. അദ്ദേഹം അത്ഭുതത്തോടെ സുഹൃത്തിൻ്റെ നേരെ നോക്കി. കുറ്റാന്വേഷകൻ ഒരു നിഴലിന് നേരെ റിവോൾവർ തിരിച്ചിരിക്കുകയായിരുന്നു. അവിടെ 2 മനുഷ്യരൂപങ്ങൾ നിൽക്കുന്നത് ഡോക്ടർ കണ്ടു. കൈകൾ മുകളിലേക്ക് ഉയർത്തുക, അനുസരിച്ചില്ലെങ്കിൽ വെടിവയ്ക്കും, ടൈംസ് വിളിച്ചു പറഞ്ഞു. സാർ, ഇത് ഞാനാണ്, നിറയൊഴിക്കരുത്. ഇൻസ്പെക്ടർ വിൻസെൻ്റ്. ആ നിഴലിൽ നിന്നും പരിചയമുള്ള ശബ്ദം അവർ കേട്ടു. അടുത്തു വരൂ, കുറ്റാന്വേഷകൻ നിർദ്ദേശിച്ചു. അവർ അടുത്തു വന്നു. ഇൻസ്പെക്ടറുടെ കൂടെയുണ്ടായിരുന്നത് ഡോക്ടർ ജോസ് പ്രകാശ് ആയിരുന്നു. അദ്ദേഹം സന്തോഷത്തോടെ ചോദിച്ചു. സാർ, താങ്കൾക്ക് അപകടമൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു യുദ്ധം നടന്ന പോലെയുള്ള ശബ്ദകോലാഹലങ്ങളാണല്ലോ ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? ഡോക്ടർ പ്രാൺ ചോദിച്ചു. ഒരു കൈപ്പത്തി എന്നെ ആ വലിയ പാറയുടെ നിഴലിൽ വെച്ച് പിടിച്ചുയർത്തി. ഭീമാകാരനായ ഒരു ജന്തുവായിരുന്നു അത്. അത് തന്നെയും കൊണ്ട് ഏതിലേക്കെയോ ഓടി. അതിനിടെ എൻ്റെ ടോർച്ചും നഷ്ടപ്പെട്ടു. പിന്നെ ആ ജന്തു ഒരിടത്തേക്ക് എന്നെ വലിച്ചെറിഞ്ഞു. നട്ടെല്ലൊടിഞ്ഞു പോകുന്നത് പോലെ തോന്നി. അത് വീണ്ടും ആക്രമിക്കുന്നതിന് മുൻപ് ഞാൻ എഴുന്നേറ്റ് ഓടി. വെളിച്ചമില്ലാതെയുള്ള ആ പലായനത്തിൽ എവിടെയൊക്കെയോ തട്ടി മറിഞ്ഞു വീണു. ഭാഗ്യത്തിന് ഇൻസ്പെക്ടറുടെ മുൻപിലാണ് ചെന്നെത്തിയത്. അതല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ഭയന്നു മരിച്ചേനെ. നിങ്ങൾക്ക് എന്താണ് പിന്നെ സംഭവിച്ചത്? വരൂ, പറയാം. ടൈംസ് മുന്നോട്ട് നടന്നു. ഡ്രീംലാൻഡ് എസ്റ്റേറ്റ് ബംഗ്ലാവിലെ ഗാർഡൻ. സ്ഫടികജലം നിറഞ്ഞു കിടക്കുന്ന കുളത്തിൻ്റെ കരയിലെ സിമൻറ്റ് ബെഞ്ചിൽ മല്ലിക ഇരുന്നു. അവളുടെ മുഖത്തെ ഒരു നിസ്സംഗ ഭാവം, ആ മുഖത്തെ ചിരിയും സന്തോഷഭാവവുമെല്ലാം ഒരു പൊൻകിനാവ് പോലെ മാഞ്ഞുപോയി. നീലജലത്തിലൂടെ സ്വാതന്ത്ര്യത്തോടെ ഊളിയിട്ട് നടക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങളെ അവൾ കണ്ടു. അതിലൊന്നാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു. മല്ലികയെ? അവൾ ശിരസ്സുയർത്തി നോക്കി. ഡോക്ടർ അങ്കിൾ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വേദനിക്കരുതെന്ന്? അതുകൊണ്ട് എന്താ നേട്ടം? ഇനിയുള്ള നല്ല ഭാവിയെപ്പറ്റി ചിന്തിക്കാൻ ശ്രമിക്കൂ. കുറേ പൂക്കൾ നെയ്യാൻ ശ്രമിക്കൂ. വാ, നമുക്ക് എസ്റ്റേറ്റിലൊന്ന് കറങ്ങാം. ഡോക്ടറുടെ വാക്കുകൾ നിരസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ദുഃഖവേളകളിൽ അല്പം ആശ്വാസം പകർന്നു തരുന്നത് അദ്ദേഹത്തിൻ്റെ സാമീപ്യമാണ്. എസ്റ്റേറ്റിലൂടെ ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ കാർ സാവധാനം ഓടി. സായാഹ്നമായപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പോർട്ടിക്കോയിൽ വന്നു നിന്നു. മല്ലിക അല്പം സന്തോഷവതിയായിരുന്നു. ഇന്ദു സൽക്കരിച്ച കാപ്പി കഴിച്ചതിന് ശേഷം അവർ ടെറസിലെത്തി. ഡോക്ടർ അതിനു മുകളിൽ ഒരു ഉദ്യാനം ഉണ്ടാക്കിയിരുന്നു. ഒരു രാജമല്ലി പൂവ് ഇറുത്തെടുത്ത് ഉണപ്പിച്ചുകൊണ്ട് മല്ലിക താഴെയുള്ള പാറക്കൂട്ടത്തിനപ്പുറത്തെ കൊക്കയിലേക്ക് നോക്കി. അതിനിടയിൽ നിന്നും മഞ്ഞ് ഉയരുന്നു, ഭൂതത്തെപ്പോലെ. പടിഞ്ഞാറ് മലമുകളിൽ സൂര്യൻ ചോര ഛർദ്ദിച്ചു. മല്ലിക സാവധാനം തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ തുറച്ചു നോക്കുന്ന ഡോക്ടർ ജോസ് പ്രകാശിനെയാണ് കണ്ടത്. ആ കണ്ണുകളിലെ തിളക്കം അവളെ ഭയപ്പെടുത്തി. 2 വൈരക്കല്ലുകൾ പോലെ. നീ വളരെ സുന്ദരിയായിരിക്കുന്നു, ഒരു ദേവതയെപ്പോലെ. ഡോക്ടർ അവളുടെ സമീപത്തേക്ക് സാവധാനം വന്നു. ആ കൈപ്പത്തികൾ തോളിൽ അമർന്നപ്പോൾ മല്ലിക നടുങ്ങിപ്പോയി. അങ്കിൾ! അവളുടെ അധരങ്ങൾ ചലിക്കുന്നതിന് മുൻപ് ഡോക്ടർ ജോസ് പ്രകാശ് മല്ലികയുടെ തുടുത്ത അധരങ്ങളിൽ അമർത്തി ചുംബിച്ചു, ഒരു സീൽക്കാരത്തോടെ.